നമസ്കാരം. ഗാർഗീസ് കിഡീസിലേക്ക് സ്വാഗതം. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതിന് മുമ്പത്തെ വീഡിയോയിലും നമ്മൾ സംസാരിച്ചത് കുട്ടികളിലുള്ള അറ്റൻഷനെ കുറിച്ചായിരുന്നു. കുട്ടികളിൽ മാത്രമല്ല, നമുക്കും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന അറ്റൻഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അറ്റൻഷനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ടുള്ളത് സസ്റ്റെയിൻഡ് അറ്റൻഷൻ, രണ്ടാമത് സെലക്റ്റീവ് അറ്റൻഷൻ, മൂന്നാമത് ആൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ, നാലാമതായി ഡിവൈഡഡ് അറ്റൻഷൻ. ഇത്രയും തരത്തിലുള്ള അറ്റൻഷൻസിനെ കുറിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. നമുക്ക് കുട്ടികളിൽ ഉണ്ടാവുന്ന സസ്റ്റെയിൻഡ് അറ്റൻഷനെ കുറിച്ച് നമുക്ക് ആദ്യം ആലോചിക്കാം. എന്താണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ? ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അതായത് ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, പ്രധാനമായിട്ട് പഠനം നടത്തുമ്പോൾ, ക്ലാസ്സിൽ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ, കൃത്യമായിട്ട് നോട്ട് എഴുതുമ്പോൾ, ഈ നോട്ട് എഴുതിയതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമ്പോൾ ഒക്കെ നമുക്കുണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായതും നമ്മൾ ഓർമ്മിക്കേണ്ടതായിട്ടുമുള്ള അറ്റൻഷനെ കുറിച്ചാണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതായത് അതൊരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നിലനിൽക്കേണ്ടതാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആ മെമ്മറി അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ടാണ് നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും മറക്കാതെ പോകുന്നത്. അതുപോലെ ഇപ്പോൾ നീന്തൽ പഠിക്കുകയാണെങ്കിലും ഒക്കെ ആ പഠിച്ച അറിവുള്ളതൊക്കെ ഒരു കോഗ്നിറ്റീവ് സ്വഭാവം ഉള്ളതൊക്കെയാണല്ലോ. അത് സ്വാഭാവികമായിട്ടും ലോങ് ടേമിൽ നിലനിൽക്കുന്ന അറ്റൻഷനെയാണ് നമ്മൾ സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇപ്പം ഈ സസ്റ്റെയിൻഡ് അറ്റൻഷൻ കുട്ടികളിലെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവർക്ക് നിലനിൽക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാലോ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ഉള്ള കുട്ടികളിൽ ഈ പറയുന്ന സസ്റ്റെയിൻഡ് അറ്റൻഷൻ വേണ്ട പോലെ നിൽക്കില്ല. കാരണം അവർക്ക് പൊതുവേ തന്നെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അവർ അറ്റൻഷൻ സ്പാൻ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് അതിനുള്ള ട്രെയിനിങ്ങും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കൊടുക്കാനായിട്ട്. അതിൽ കൃത്യമായി ഇപ്പോൾ ഈ 3 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സ്, അത് അവരുടെ എത്ര നിൽക്കുന്നുണ്ട്, അതിനെ എങ്ങനെ കൂട്ടണം. അപ്പോൾ ആ മിനിറ്റിൽ അവർ പഠിച്ച കാര്യങ്ങൾ അവർക്ക് മെമ്മറിയിൽ നിലനിൽക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണെങ്കിലും അതെ, ചിലപ്പോൾ ചില കുട്ടികൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മൾ വിചാരിക്കും, പക്ഷെ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പരീക്ഷയിൽ അവർ പെർഫോമൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടാണ്. പിന്നെ ഡിസ്ലെക്സിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അപ്പോൾ കുട്ടികൾക്ക് ക്ലാസ്സിൽ നിൽക്കുന്നത് മനസ്സിലാവാതിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുകയോ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കളിയാക്കലുകളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്ട്രെസ്സുകളോ കൊടുക്കുമ്പോഴോ ഒക്കെ ഇവരുടെ ഉള്ളിൽ ആ ഒരു അറ്റൻഷൻ ഇല്ലാതെ വരികയും പഠനത്തിൽ അത് കാണാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ലോങ് ടേമായിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ നിലനിൽക്കാത്തൊരവസ്ഥ വരും. ഇപ്പോൾ മുതിർന്നവരിലൊക്കെ ആകുമ്പോൾ അൽഷിമേഴ്സ്, ഡിമെൻഷ്യ പോലുള്ള ഭാഗങ്ങളിലും അതുപോലെ സ്കിസോഫ്രീനിക് ആയിട്ടുള്ള പേഷ്യൻസിലൊക്കെ അറ്റൻഷൻ കുറവായിട്ട് നമ്മൾ കാണാറുണ്ട്. നമുക്ക് ഈ സസ്റ്റെയിൻഡ് അറ്റൻഷനെ നിലനിർത്താൻ, അതായത് സസ്റ്റെയിൻഡ് അറ്റൻഷൻ നമുക്ക് എത്ര കണ്ടുണ്ടോ അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ബ്രെയിനിന് കൊടുക്കേ പറ്റുള്ളൂ. ബ്രെയിൻ എക്സർസൈസസ് കൊടുത്താലാണ് ഇത് കൂടുതൽ കിട്ടുക. അതായത് കോഗ്നിറ്റീവായിട്ട് ബ്രെയിനിന് വർക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ തരം ഗെയിംസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ സുഡോക്കോ ഉപയോഗിക്കാം, ക്രോസ് വേർഡ്സ് ഉപയോഗിക്കാം, പസിൽസ് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ചിലതൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോൾ 1 2 3 ഒക്കെ ചെറിയ ചെറിയ അക്ഷരങ്ങളായിട്ട് എഴുതിയിടുക, 100 വരെ അല്ലെങ്കിൽ ഒരു 50 വരെ 20 വരെയൊക്കെ എഴുതിയിട്ട് അത് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് 1 2 1 അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഇടുക അല്ലെങ്കിൽ അക്കങ്ങൾ ഇടുക ഒക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് കണ്ടുപിടിക്കൽ, അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടും കുറച്ചധികം ബ്രെയിനിന് പണി കൊടുക്കുന്നതുമായിട്ടുള്ള വർക്കുകൾ ചെയ്യിപ്പിക്കുക. അത് പിന്നെ വേറൊരു കാര്യമുള്ള എന്താ വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് തന്നെയാണ്, നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് നന്നായി ചിന്തിക്കുക. നമ്മൾ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ എടുത്തു എന്നതിനെക്കുറിച്ച് നന്നായിട്ട് ആലോചിച്ച് പഠിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ട്യൂഷൻ്റെ ടീച്ചറായാലും പാരൻസ് ആയാലും എന്ത് ചെയ്യണം, അവൻ പെട്ടെന്ന് മറക്കുമ്പോൾ അവന് അത് റീകളക്ട് ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കണം. കുറച്ച് സമയം നീ ആലോചിച്ചിട്ട് പറയേ എന്ന് പറയുന്ന രീതിയിൽ അവൻ്റെ അടുത്ത് അപ്രോച്ച് എടുക്കണം. അല്ലാതെ നമുക്കൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, 2 മിനിറ്റോ അല്ലെങ്കിൽ ഒരു മിനിറ്റൊക്കെ കാത്തിക്കും, എന്നിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിനക്ക് ഇതറിയില്ലേ, നിന്നെ ഇത് പഠിപ്പിച്ചില്ലേ, ഇത് എത്ര പ്രാവശ്യം നിന്നെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ദേഷ്യപ്പെടുമ്പോൾ എന്താണ്ടാവുക വെച്ചാൽ ആ സ്ട്രെസ്സിലും ആ അപകർഷതാബോധത്തിലും അവർ ഒക്കെ മറക്കും.
ഇപ്പം നമുക്കാണെങ്കിൽ തന്നെ ഒരു ബ്ലാങ്ക് ഔട്ട് വരുമല്ലോ, ചില കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇമ്പോസ് ചെയ്യുക, ചീത്ത പറയുക ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക മറവി പോലെ തന്നെ ഈ കുട്ടികളിൽ അത് കാണാറുണ്ട്. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികളുടെ ഓരോ വളർച്ചയിലും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മളിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനാണ്. അല്ല, അത് നിലനിന്നാൽ മാത്രമാണ് അവർക്ക് ഇത് ആപ്ലിക്കേഷൻ ലെവലിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്ന പോലെയാണ് സ്കൂൾ വിദ്യാഭ്യാസവും. ഓരോ വർഷമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. അപ്പോൾ അറിഞ്ഞ് പഠിക്കുക, ആ പഠിച്ച കാര്യം ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ടോ നോക്കുക. അത് ലോങ് ടൈം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ സസ്റ്റൈൻഡ് അറ്റൻഷൻ ആ കുട്ടിയിലുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അടുത്ത അറ്റൻഷനുമായിട്ട് നമുക്ക് അടുത്തതിൽ കാണാം. താങ്ക് യു.